നമസ്കാരം. BMTV ന്യൂസിന്റെ ഈ മണിക്കൂറിലെ പ്രധാന വാർത്തയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കിളിമാനൂരിൽ ലഹരിക്കടിമയായ മകന്റെ മർദ്ദനമേറ്റ് അച്ഛൻ മരിച്ച സംഭവം കൊലപാതകമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. കിളിമാനൂർ ഉടയൻകാവിന് സമീപം ഹരിതാഭവനിൽ ഷിബു എന്ന ഹരികുമാറാണ് മകന്റെ മർദ്ദനമേറ്റ് മരിച്ചത്. ബിലു, എന്താണ് അതിന്റെ കൂടുതൽ വിശദമായ റിപ്പോർട്ടുകൾ? ഗുഡ് മോർണിംഗ് അനുജ. അത്ര ശുഭകരമല്ലാത്ത ചില വാർത്തകളാണ് ഈ മണിക്കൂറിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. തിരുവനന്തപുരം കിളിമാനൂരിൽ നിന്നാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. മകന്റെ അടിയേറ്റ് പിതാവ് മരിച്ചു എന്നുള്ളൊരു സംഭവമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. കിളിമാനൂർ പെരിന്തമൻ ഉടയൻകാവിന് സമീപം ഹരികുമാറാണ് മരിച്ചത്. ഹരികുമാറിന്റെ മകനെ ഇതോടൊപ്പം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ആദിത്യ കൃഷ്ണയാണ് സ്വന്തം അച്ഛനെ ക്രൂരമായി കൊലപ്പെടുത്തിയത്. പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മുഖത്ത് അടിയേറ്റതിന്റെ ഭാഗമായാണ് മരണം സംഭവിച്ചതെന്നാണ് വ്യക്തമായിരുന്നത്. പുലർച്ചെയാണ് ഷിബുവിന്റെ മരണം സ്ഥിരീകരിച്ചത്. ഷിബു എന്ന അദ്ദേഹത്തിന്റെ പേരാണ്, ഹരികുമാർ എന്നാണ് യഥാർത്ഥ പേര്. ഇക്കഴിഞ്ഞ 15-നാണ് വൈകുന്നേരം 5 മണിക്ക് സംഭവങ്ങളൊക്കെ തുടക്കമിടുന്നത്. വളരെ ചെറിയൊരു കാര്യത്തിൽ തുടങ്ങിയ വഴക്കാണ് പിന്നീട് വലിയ രീതിയിലുള്ള കൊലപാതകത്തിലേക്ക് കലാശിച്ചത്. മാതാവിന്റെ മൊബൈൽ ഫോൺ മകൻ ആദിത്യകൃഷ്ണൻ പിടിച്ചു വാങ്ങിയിരുന്നു. ഈ ഫോൺ തിരിച്ചു വേണമെന്ന് ആവശ്യപ്പെട്ട് അച്ഛൻ ഇടയ്ക്ക് വഴക്കുണ്ടാക്കുകയും ഈ വഴക്ക് പിന്നീട് കയ്യാങ്കളിയിലേക്ക് എത്തുകയുമായിരുന്നു. മൊബൈൽ തിരിച്ചു നൽകാൻ ആദിത്യനോട് ഹരികുമാർ ആവശ്യപ്പെട്ടിരുന്നു. ഇതിനെ തുടർന്നുള്ള വാക്കുതർക്കമാണ് പിന്നീട് മരണത്തിൽ കലാശിച്ചിരിക്കുന്നത്. മകൻ പിതാവിന്റെ മുഖത്ത് മുറുകി ഇടിച്ച ശേഷം പിന്നീട് ചവിട്ടി താഴേക്ക് ഇടുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ തറയിലെ തലയോടിലേക്ക് തല തട്ടിയതിനു ശേഷമാണ് ഗുരുതരമായി പരിക്കേറ്റത്. സമീപത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ആദ്യം ഹരികുമാറിനെ പ്രവേശിപ്പിച്ചത്. പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നു. ബൈക്ക് അപകടത്തിൽ തലയ്ക്ക് ഗുരുതരമായ പരിക്ക് സംഭവിച്ചു എന്നാണ് ബന്ധുക്കൾ ആശുപത്രിയിൽ നൽകിയ മൊഴിയെങ്കിലും പിന്നീട് കൊലപാതകമാണെന്ന് തെളിഞ്ഞു. ഏതായാലും ഈ കേസിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് യുവാവിനെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. ആറ്റിങ്ങൽ ഇരട്ടക്കൊലക്കേസിലെ പ്രതി അനുശാന്തി പുറത്തിറങ്ങി. സുപ്രീം കോടതി ഉത്തരവിനെ തുടർന്ന് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. ബിലു, എന്താണ് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ? നാടിനെ നടുക്കിയ ആറ്റിങ്ങൽ ഇരട്ടക്കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് അട്ടക്കുളങ്ങര ജയിലിൽ കഴിഞ്ഞിരുന്ന പ്രതി അനുശാന്തിയാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. തിങ്കളാഴ്ച രാത്രി 7 മണിയോട് കൂടിയിട്ടാണ് നടപടികൾ പൂർത്തിയാക്കി പുറത്തിറങ്ങിയത്. സുപ്രീം കോടതി ഉത്തരവിനെ തുടർന്ന് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യം നൽകിയത്. ശിക്ഷാവിധി റദ്ദാക്കണമെന്ന ഹർജി തീർപ്പാക്കുന്നതുവരെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്താണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. കാഴ്ചയ്ക്ക് തകരാറുണ്ടെന്നും അതിനാൽ ആരോഗ്യസ്ഥിതി പരിഗണിച്ച് ജാമ്യം അനുവദിക്കണമെന്നുമാണ് അനുശാന്തി ആവശ്യപ്പെട്ടിരിക്കുന്നത്. നേരത്തെ ചികിത്സയ്ക്കായി 2 മാസത്തെ പരോൾ അനുവദിച്ചിരുന്നു. 2014-നായിരുന്നു ആറ്റിങ്ങൽ ഇരട്ട കൊലപാതകം നടന്നത്. അനുശാന്തിയുടെ ഭർത്തൃമാതാവ് ഓമന, അവരുടെ മകൾ 4 വയസ്സുള്ള മകൾ സാസ്തിക എന്നിവരാണ് കൊല്ലപ്പെട്ടത്. അനുശാന്തിയുടെ കാമുകനായ നിനോ മാത്യുവാണ് വീട്ടിൽ അതിക്രമിച്ചു കയറി ഇരുവരെയും കൊലപ്പെടുത്തിയത്. സംഭവത്തിൽ അനുശാന്തിക്ക് ഇരട്ട ജീവപര്യന്തമാണ് ലഭിച്ചത്. കുടുംബ പ്രശ്നത്തെ തുടർന്ന് വീട്ടുകാർ തമ്മിലുള്ള തർക്കം കയ്യാങ്കളിയിലെത്തി. കൊല്ലം ഇരവിപുരം സ്വദേശിയായ സോനുവിനാണ് മർദ്ദനമേറ്റത്. സോനു ഇപ്പോൾ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ബിലു, അതിന്റെ റിപ്പോർട്ടുകൾ എന്താണ്? കൊല്ലം ഇരവിപുരത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. കുടുംബ പ്രശ്നത്തെ തുടർന്നുള്ള തർക്കമാണ് കയ്യാങ്കളിയിൽ എത്തിയിരിക്കുന്നത്. കൈക്കുഞ്ഞുമായി നിൽക്കുന്ന 24-കാരിയ യുവതിയെ ബന്ധുക്കൾ ചേർന്ന് മർദ്ദിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തിരുവനന്തപുരം സ്വദേശിയായ സോനുവിന്റെ പരാതിയിൽ ഇരവിപുരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആദ്യം ബന്ധുക്കൾ തമ്മിലുള്ള തർക്കം പിന്നീട് കയ്യാങ്കളിയിലേക്ക് എത്തുകയായിരുന്നു. ബഹിരാകാശ ജീവിതം മതിയാക്കി ഭൂമിയിലേക്ക് മടങ്ങാൻ ഒരുങ്ങി സുനിത വില്യംസ്. 7 മാസത്തെ ബഹിരാകാശ ജീവിതത്തിന് ശേഷമാണ് സുനിത വില്യംസ് ഭൂമിയിലേക്ക് മടങ്ങുന്നത്. അതിന്റെ കൂടുതൽ വിശദ വിവരങ്ങളിലേക്ക് പോകാം. നാസയുടെ ബഹിരാകാശ സഞ്ചാരികളായ ബുഷ് വിൽമോറും സുനിത വില്യംസും ഭൂമി വിട്ടിട്ട് 7 മാസമായി. രണ്ടുപേരും ഭൂമിയിലേക്ക് മടങ്ങാൻ ഇനിയും കുറഞ്ഞത് 2 മാസമെങ്കിലും എടുക്കും. ഭൂമിയിലേക്ക് മടങ്ങാനുള്ള തയ്യാറെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. തങ്ങൾ സുഖമായിരിക്കുന്നുവെന്നും മടങ്ങി വരുന്നതിന് മുൻപ് ചില ജോലികൾ പൂർത്തിയാക്കണമെന്നും 2 ബഹിരാകാശ സഞ്ചാരികളും അടുത്തിടെ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. എന്നാൽ ബഹിരാകാശത്ത് ഒരു കാര്യം നന്നായി ചെയ്തില്ലെങ്കിൽ ഭൂമിയിലേക്ക് മടങ്ങുമ്പോൾ അവർ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് പ്രശസ്ത ബഹിരാകാശ ശാസ്ത്രജ്ഞ സുനിതയ്ക്കും ബുഷിനും മുന്നറിയിപ്പ് നൽകുന്നു. നോർത്തുംബ്രിയ സർവകലാശാലയിലെ ബിരുദാനന്തര ബിരുദ ഗവേഷകയാണ് ക്രിസ്റ്റി ലിൻഡെ. യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയിൽ 2 വർഷം ചിലവഴിച്ചിരുന്നു. അവരുടെ ഇപ്പോഴത്തെ ഗവേഷണം ബഹിരാകാശ സഞ്ചാരികളുടെ ആരോഗ്യത്തെക്കുറിച്ചാണ്. ദീർഘനേരം ബഹിരാകാശത്തങ്ങുന്നത് ശരീരത്തെ ബാധിക്കുമെന്നാണ് ഇവർ മുന്നറിയിപ്പ് നൽകുന്നത്. ഭാരമില്ലായ്മയിൽ നീന്തുക എന്നതിനർത്ഥം നമ്മുടെ പേശികളോ എല്ലുകളോ ഉപയോഗിക്കേണ്ടതില്ല. ഇതിന് ക്രമേണ ദുർബലമാകുന്നതും കാരണമാകുന്നു. ശരീരത്തിലെ രക്തത്തിന്റെ അളവും കുറഞ്ഞേക്കാം. ബഹിരാകാശ യാത്രികർ യഥാർത്ഥത്തിൽ ആകാശത്ത് ആയിരിക്കുമ്പോൾ ഇത് ഒരു പ്രശ്നമല്ല. എന്നാൽ ബഹിരാകാശ യാത്രികർ ഭൂമിയിലേക്ക് മടങ്ങുകയും ഗുരുത്വാകർഷണം വളരെ വീണ്ടും താഴേക്ക് വലിക്കാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ അത് പ്രശ്നങ്ങൾക്ക് കാരണമാകും. ക്രിസ്റ്റി ലിൻഡയുടെ അഭിപ്രായത്തിൽ കുറഞ്ഞ രക്തത്തിന്റെ അളവ് തലകറക്കത്തിനും ബോധക്ഷയത്തിനും കാരണമാകും. പ്രത്യേകിച്ച് ബഹിരാകാശ യാത്രികരായ സ്ത്രീകൾ തിരിച്ചെത്തിയതിനു ശേഷമുള്ള ആദ്യ ദിവസങ്ങളിൽ അപകട സാധ്യത കൂടുതലാണ്.
ഭൂമിയിൽ തിരിച്ചെത്തിയാൽ ബുച്ചനും സുനിതയ്ക്കും 45 ദിവസത്തെ വ്യായാമവും പരിശീലനവും നൽകുമെന്ന് ക്രിസ്റ്റി ലിൻഡ പറഞ്ഞു. എന്നാൽ ബഹിരാകാശ യാത്രികർ ബഹിരാകാശത്തായിരിക്കുമ്പോൾ ദൈനംദിന വ്യായാമ സെഷനുകളും പിന്തുടരണമെന്നും ഇവർ മുന്നറിയിപ്പ് നൽകുന്നു. നന്ദി ബിലു. ഏതായാലും ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ അവസാനിക്കുന്നു. വരും മണിക്കൂറിലെ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം.